8 വർഷക്കാലമായി നമ്മുടെ മനസ്സറിഞ്ഞ നമ്മുടെ സ്വന്തം വെഡിങ് സെന്റർ ലൈബ വെഡിങ് സെന്റർ. വില വളരെ കുറവാണ്. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകൊണ്ട്. നിലമ്പൂർ നഗരസഭയിൽ UDF കൺവെൻഷൻ സംഘടിപ്പിച്ചു. അരവിന്ദ് ഷൗക്കത്ത് MLA ഉദ്ഘാടനം ചെയ്തു. ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി നമ്മൾ നിന്ന് പ്രവർത്തിച്ചാൽ 2015 നമുക്ക് 33-ൽ 27 സീറ്റ് നേടാൻ കഴിഞ്ഞുവെങ്കിൽ അതിനേക്കാളും വലിയ രാഷ്ട്രീയ സാഹചര്യം അനുകൂലമാണ്. ഇടതുപക്ഷത്തിന് ചായ കൊണ്ടുവരാൻ പോലും ഒരാളില്ലാത്ത ഒരു നഗരസഭയാക്കി നമുക്ക് മാറ്റാൻ സാധിക്കും, ഒരു സംശയവും വേണ്ട. ആ രൂപത്തിലുള്ള ഒരു പ്രവർത്തനവുമായി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. നിങ്ങൾക്കറിയാലോ, നിലമ്പൂർ ഞാൻ ഈ 4 മാസം കൊണ്ട് ഞാൻ തിരുവനന്തപുരത്തെ മന്ത്രിമാരുടെയും സെക്രട്ടേറിയറ്റിലെ ഓഫീസുകളും കയറി ഇറങ്ങുമ്പോൾ എന്നോട് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും IAS-കാരും മന്ത്രിമാരടക്കം പറഞ്ഞത്, കഴിഞ്ഞ 3-4 കൊല്ലമായിട്ട് നിലമ്പൂരിന്റെ കാര്യം പറഞ്ഞൊരു മനുഷ്യന് വഴിക്ക് വന്നിട്ടില്ല. അല്ലാതെ അപ്പൊ എന്തെങ്കിലും 4 മാസം കൊണ്ട് ചെയ്യാൻ സാധിച്ചുവെങ്കിൽ അത് എന്റെ മിടുക്ക് കൊണ്ട് മാത്രമൊന്നുമല്ല. തിരിഞ്ഞു നോക്കിയില്ല നിലമ്പൂരിന്. കാര്യം നിങ്ങൾക്ക് ആലോചിച്ചു നോക്കുക, നമുക്ക് ഇതിലും വലിയൊരു സാഹചര്യം ഉണ്ടായിരുന്നോ നിലമ്പൂരിന് വേണ്ടി? കാരണം നിലമ്പൂർ നഗരസഭ ഭരിക്കുന്നത് ഇടതുപക്ഷം കഴിഞ്ഞ 5 കൊല്ലം. കഴിഞ്ഞ 9 കൊല്ലമായി നിലമ്പൂരിലെ MLA ഇടതുപക്ഷം. കഴിഞ്ഞ 9.5 കൊല്ലമായി കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷം. നിലമ്പൂരിന് എന്തൊക്കെ വികസന പദ്ധതികൾ നിലമ്പൂരിന് കൊണ്ടുവരാമായിരുന്നു. ഏതെങ്കിലും ഒരു പദ്ധതി നമുക്ക് ഓരോന്ന് നമ്മുടെ ഭരണകാലത്തെ പദ്ധതികൾ എടുത്തു കാണിക്കാനുണ്ട്. ഞാനും പത്മിനി ചേച്ചിയും ഭരിച്ച നഗരസഭ, ഞങ്ങളുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന നഗരസഭ, എത്രയെത്ര പദ്ധതികൾ, ബസ് സ്റ്റാൻഡ് ആയിക്കോട്ടെ, നിരവധി, ഞാൻ ഓരോന്നിന്റെ പേര് പറയുന്നില്ല. പക്ഷേ ഈ എന്തു പറഞ്ഞാ ഇവർ അധികാരത്തിൽ വന്നത്? പത്മിനി ചേച്ചി ബസ് സ്റ്റാൻഡ് പൊളിച്ചു, അത് ബസ് സ്റ്റാൻഡ് പൊളിച്ചതിനെതിരെയുള്ള പ്രതിഷേധമായി ഞങ്ങൾ അധികാരത്തിൽ ഏറ്റെടുത്തു, അല്ലേ എന്നല്ലേ പറഞ്ഞിരുന്നത്? എന്തായി ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ്? ആ ബസ് സ്റ്റാൻഡിന് വേണ്ടി എത്ര രൂപ നീക്കി വെച്ചു? എന്നിട്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു മുൻ നിയമസഭാ സ്പീക്കറെയും കൊണ്ടുവന്ന് തട്ടിക്കൂട്ടി തറക്കല്ലിട്ട് പോയി എന്ന് പറയാം. 10 ആളെ കൂട്ടിയിട്ട് 10 പേര് പോലും ഇല്ല. കാരണം എന്താ? തട്ടിക്കൂട്ടൽ പരിപാടി. ഇനി മാത്രമല്ല, ഇപ്പൊ വേറൊന്ന് CPM നടത്തുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ വീടുകളിൽ വരും, വന്നോ എന്ന് എനിക്കറിയില്ല. വഴിക്കടവിലും എടക്കരയിലും നിലമ്പൂർ നഗരസഭയിലെ LDF ഭരണസമിതിയെ താഴെയിറക്കാൻ ജനം കാത്തിരിക്കുകയാണെന്നും ഇനി LDF-നെ തോൽപ്പിക്കാൻ UDF-ന് തന്നെ സാധിക്കൂ എന്നും MLA പറഞ്ഞു. 5 വർഷം നഗരസഭാ ഭരണവും സംസ്ഥാന ഭരണവും MLA-യും ഉണ്ടായിട്ടും നിലമ്പൂരിൽ വികസനം പിന്നോട്ടു പോയെന്നും കഴിഞ്ഞ 9 വർഷവും മണ്ഡലത്തെ അനാഥമാക്കിയെന്നും താൻ MLA ആയ ശേഷമാണ് മുടങ്ങിക്കിടക്കുന്ന പദ്ധതികൾക്ക് പുനർജീവൻ വന്നതെന്നും MLA പറഞ്ഞു. നഗരസഭ 36 ഡിവിഷനുകളിലേക്കുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനവും MLA നടത്തി. യോഗത്തിൽ ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റ് പൂളയ്ക്കൽ അബ്ദുട്ടി അധ്യക്ഷത വഹിച്ചു. ലീഗ് മണ്ഡലം പ്രസിഡന്റ് CH ഇക്ബാൽ മുഖ്യപ്രഭാഷണം നടത്തി. 2 തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-നുണ്ടായ അബദ്ധം കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ തിരുത്തിയെഴുതി. കഴിഞ്ഞ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ലീഗിനും കോൺഗ്രസിനും ഉണ്ടായ ദയനീയ പരാജയം ഇത്തവണ തിരുത്തി കുറിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. VA കരീം, പാലോളി മെഹബൂബ്, നാണിക്കുട്ടി കൂമഞ്ചേരി, A ഗോപിനാഥ്, അഡ്വക്കേറ്റ് ഷെറി ജോർജ്, MK ബാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് ബാബു മോഹനക്കുറുപ്പ്, പത്മിനി ഗോപിനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.